മെസ്സിയുടെ കടുത്ത ആരാധകനായ ഒരു പയ്യൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സുഭാഷത്തിൽ പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. മുർത്താസ അഹമ്മദി എന്നാണ് ഈ 5 വയസ്സുകാരൻ്റെ പേര്. അഫ്ഗാൻ ബാലനാണ്. ലയണൽ മെസ്സിയുടെ കടുത്ത ആരാധകൻ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ആരാധകനാണ്. വീട്ടിൽ വളരെ ദരിദ്രം പിടിച്ച ഒരു സാഹചര്യമാണ്. ആ ബാലന് ഒരു യഥാർത്ഥ മെസ്സി ജേഴ്സി വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മെസ്സി ജേഴ്സി വാങ്ങി അണിയണം. സഹോദരൻ അവനെ സന്തോഷിപ്പിക്കാൻ നീല വരകളുള്ള ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ നിന്ന് ഒരു മെസ്സി ജേഴ്സി ഉണ്ടാക്കി കൊടുത്തു. നീ ഇതങ്ങ് ധരിച്ചാൽ മതി. ആ ചിത്രമാണിത്, കണ്ടില്ലേ? ആ ചിത്രം ഇതാണ് ഉണ്ടാക്കി കൊടുത്തത്. പ്ലാസ്റ്റിക് കിറ്റ് ജേഴ്സിയൊക്കെ ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുർത്താസയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി. ആ ചിത്രം കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി. ലയണൽ മെസ്സി ഭാഗ്യവശാൽ ആ ചിത്രം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യസ്നേഹിയായ, ഇത്രയും പ്രശസ്തിയുടെ ഉയരത്തിൽ നിൽക്കുമ്പോഴും വളരെ താഴോട്ടിറങ്ങുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാധാരണ മനസ്സ് സൂക്ഷിക്കുന്ന ഒരാളെ കൂടിയാണ് മെസ്സി. മുർത്താസയെ കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. മുർത്താസയും കുടുംബത്തെയും ദോഹയിൽ കൂടിക്കാഴ്ചയ്ക്കായി കൊണ്ടുവരാൻ അദ്ദേഹം വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തു. അവരെ ദോഹയിലേക്ക് വരുത്തി. വളരെ ഹൃദയസ്പർശിയായിരുന്നു ആ കൂടിക്കാഴ്ച. മെസ്സിയുടെ വിനയവും അദ്ദേഹത്തിൻ്റെ അനുകമ്പയും ലോകമെന്ന് കണ്ടു. ആ നിമിഷങ്ങൾ വളരെ ധന്യമായിരുന്നു. ആ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആഗോള പ്രശസ്തിയും അപാരമായ സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും മുർത്താസ എന്ന ദരിദ്ര ബാലന് വേണ്ടി എത്ര സമയമാണ് മെസ്സി ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മിനിറ്റിനൊക്കെ നമുക്ക് കണക്കൂട്ടുന്നതിൻ്റെ അപ്പുറമാണ് വില. കാൽപന്ത് കളിയുടെ മെസ്സിയുടെ ഈ പ്രവൃത്തി ലോക സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി അങ്ങനെ മാറി. യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കാലത്ത് രാജ്യങ്ങളുടെ അതിർത്തികൾ മായ്ക്കുന്നതും സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്നതും ഇത്തരം നല്ല നല്ല സംഭവങ്ങളാണ്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് കവി എഴുതിയത് വെറുതെയല്ല. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയും. നമുക്ക് പകയുണ്ടെങ്കിൽ ഒരാൾ വളരെ സ്നേഹത്തോടെ നമ്മോട് പെരുമാറിയാൽ ചിലപ്പോൾ പക അലിഞ്ഞില്ലാതായി എന്ന് വരും. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക.